ലോഡ് ഹാലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹാലലൂയ. സോ ഈ ദിവസങ്ങളില് അനേക സഹോദരിമാർ എഴുന്നേൽക്കുവാൻ തുടങ്ങിയപ്പോൾ പാതാള ഗോപുരം ജയിക്കുകയില്ല. സ്തോത്രം. അത് നിവൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാസ്റ്റർ ബിന്ദുവിന്റെ ടെസ്റ്റ് മണി നമുക്ക് കേൾക്കാൻ വളരെ ശക്തമായി. നിങ്ങൾ വിചാരിക്കും ഈ ഓർഡിനേഷൻസ് ഒക്കെ ലഭിച്ചത് ഹോളൊക്കെ പണിഞ്ഞിട്ട് കുറച്ച് സഹോദരിമാരെയൊക്കെ നിരത്തിയിരുത്തി കുറച്ച് ഫാഷൻ പരേഡൊക്കെ നടത്താമെന്ന് വിചാരിച്ചല്ല. സ്തോത്രം. ദൈവത്തിനൊരു മുൻ നിർണയമുണ്ട് എല്ലാത്തിനെ കുറിച്ചും. ഹല്ലേലൂയ. വരും ദിവസങ്ങളിൽ വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ലോകത്തിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. കർത്താവിനോട് അടുത്തിരിക്കുന്നവർ അവന്റെ ശബ്ദം കേൾക്കും. അവരെ മുന്നമേ ദൈവം ഒരുക്കുന്ന വിധങ്ങളാണ്. ഇത് ഒരു ദിവസം രാവിലെ പൊട്ടിപ്പുറപ്പെട്ട പാസ്റ്റർ റാണി ആന്റണി രാജ് അല്ല. 17 വർഷവും ആയി ഈ യാത്ര തുടങ്ങിയിട്ടും. അതിന് മുമ്പേ എന്നെ വിളിച്ച് അമ്മയുടെ ഉദരത്തിലെ വേർതിരിക്കുകയും സ്തോത്രം 1997 സ്നാനപ്പെടുവാനിടയായി. 14 വർഷത്തെ പിന്മാറ്റം, അതിനുശേഷം മേജർ എൻകൗണ്ടറോടുകൂടി പിന്നീട് ദർശനങ്ങൾ, വെളിപ്പാടുകൾ, അങ്ങനെ കർത്താവ് കൊണ്ടുവരുന്നു. ഇവിടെ വരെ എത്തി. സോ അനേക കുഞ്ഞാടുകളെ വളർത്തുവാൻ കർത്താവ് പറഞ്ഞപ്പോൾ അതിലൊരു കുഞ്ഞാടായിരുന്നു ബിന്ദു. ഞാൻ ബിന്ദുവിനെ കാണുന്നത് നമ്മുടെ കോട്ടയത്തെ മീറ്റിങ്ങിലാണ് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ അനേക വെളിപ്പാടുകളും ദർശനങ്ങളും എന്നോട് അറിയിക്കാറുണ്ടായിരുന്നു. സോ വി വെൽക്കം യു ബിന്ദു പാസ്റ്റർ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. ഞാൻ ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങുക. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഇതിലൂടെ ഞാൻ കടന്നു പോകുന്നത്. ഫസ്റ്റ് ടൈം. അപ്പൊ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. എനിക്ക് ഇങ്ങനെയൊന്ന് സംസാരിച്ചിട്ട് പാസ്റ്ററോട് ഫോണിൽ കാണാതെ ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിക്കുമെങ്കിലും ഇത് ആദ്യമായിട്ടാണ്. അപ്പൊ ഞാൻ കർത്താവിനോട് ഇപ്പൊ പറയാറുണ്ട്, കർത്താവ് എന്റെ ബുദ്ധിയിലൊന്നും ഞാൻ സംസാരിക്കരുത്, എല്ലാം ദൈവ സമയങ്ങളിൽ എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവീയ സ്വർഗസ്ഥ നല്ല പിതാവേ, ദൈവത്തിന്റെ പൊന്നുകരങ്ങളിലേക്ക് അടിയങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവെ. ഇടത്തോളം ഹല്ലേലൂയ ഞങ്ങളെ കരുതി ഉപയോഗിച്ചു കർത്താവേ. ശിവേ സ്തോത്രം കർത്താവെ. ഇതുവരെ ഞങ്ങൾ നടത്തിയ വിധങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവെ. അടിയനെ തന്നെ തിരുസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുക കർത്താവെ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ കർത്താവെ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ഹാലൂയ. ഞങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും വേണ്ട കർത്താവെ. ജീവിക്കുന്നെങ്കിൽ ലേശുണ്ടായി. ഹാലൂയ സ്തോത്രം. മരിക്കുന്നെങ്കിലും അപ്രകാരം തന്നെ ആയി തീരട്ടെ എന്ന് കർത്താവെ. ഹാലൂയ സ്തോത്രം. പ്രാർത്ഥിക്കുന്നു ദൈവമേ. നന്ദി സ്തോത്ര പിതാവേ. നന്ദി നന്ദി നന്ദി. ഞാന് ഫസ്റ്റ് ടെസ്റ്റ് മണിയിലേക്ക് ഞാൻ കിടക്കുക. നമ്മളൊക്കെ സാധാരണ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് ഞാൻ കർത്താവിനെ അറിയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ പറയുന്നേക്കാളും ഉപരിയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് ബൈബിൾ കിട്ടിയപ്പോൾ നമ്മൾ ബൈബിൾ ഓർഡർ ആയിട്ട് വായിക്കും. പക്ഷെ യിരെമ്യാവ് 1:5 ഞാൻ വായിച്ചപ്പോൾ ഇത് എനിക്ക് വേണ്ടി കൂടി എഴുതി വെച്ചതാണ് എനിക്ക് അന്ന് തോന്നി. അത് ഇപ്പോ 2016 ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത്, ഞാൻ ജൂണിൽ ആദ്യമായിട്ട്, ഈ ഡേറ്റ് ഒന്നും എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെ മരിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയല്ലേ ഞാൻ കർത്താവിനെ അറിയുന്നത്. അതുകൊണ്ട് ഈ ഡേറ്റ് ഒന്നും എനിക്ക് ഒരിക്കലും എഴുതിയിടേണ്ട ആവശ്യമില്ല. 2016 ജൂൺ 19-ാം തീയതി ഞാൻ ആദ്യമായിട്ട് ദൈവസന്നിധിയിൽ കടന്നു പോകുന്നത്. 2-3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബൈബിള് കിട്ടി. അപ്പോൾ ഞാൻ വായിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ യിരെമ്യാവ് 1:5 അത് വായിച്ചപ്പോ അത് യിരെമ്യാവിന് വേണ്ടി മാത്രമല്ല, അത് ഈ ബിന്ദുവിന് കൂടിയാണെന്ന് അന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യം കടന്നു, എന്റെ 20ാമത്തെ വയസ്സിലാ എന്റെ വിവാഹം കഴിയുന്നത്. 20 വയസ്സായിട്ടില്ല. 2002 ജനുവരി 6-ാം തീയതി എന്റെ വിവാഹം. അന്ന് ഞാൻ ജനിച്ചത് 1982 ജനുവരി 19-ാം തീയതി ഞാൻ ജനിച്ചത്. 2002 എന്റെ വിവാഹം. അപ്പൊ അറിയാലോ, 2002 ആവുമ്പോ എനിക്കൊരു 19 വയസ്സ് കഴിഞ്ഞ് 20ലോട്ട് ഞാൻ കടന്നിട്ടില്ല. ഞാൻ എൻ്റെ അപ്പനമ്മമാർക്ക് 3 പെൺമക്കളിലും മൂത്ത ആളായിട്ടാണ് ഞാൻ ജനിച്ചത്. ഇപ്പോ ഞാൻ പാസ്റ്ററോട് ഈ മെസ്സേജ് പറയാൻ ഇരിക്കുമ്പോൾ തന്നെ ദാവിദിനെ പോലുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. 3 പെൺമക്കളാവുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കേട്ടോ, ഞാൻ ഒത്തിരി എൻ്റെ വീട്ടിൽ നിന്നെങ്കിലും രക്ഷപ്പെട്ട മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒത്തിരി ബാല്യത്തിലെ എൻ്റെ കുടുംബത്തിലെ സകല വെച്ചിട്ടുണ്ടെങ്കിൽ അധ്വാനിച്ച് കൊണ്ടുവരണ്ടാന്ന് മാത്രമേ ഉള്ളൂ. ദാവീദിനെ പോലുള്ള ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയത്. അപ്പോ എനിക്ക് ആടിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ആ സമയത്ത് ഞാൻ
വീട്ടിൽ സകല ജോലിയും ചെയ്യണം. ആ പ്രായം എത്രയാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ കുഞ്ഞു പ്രായത്തില് എൻ്റെ അമ്മ കരിങ്കൽ ക്വാറിയിൽ ജോലിക്ക് പോകുന്നതുകൊണ്ട് ആ വീട്ടിലെ ജോലിയെല്ലാം ഞാനാ ചെയ്യണ്ടേ. അപ്പോ അന്ന് ഒരു സാധനം തനിയെ ചെയ്യാൻ പറ്റില്ലാത്ത ആ സമയത്ത് പോലും ആ കുടുംബത്തെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തു. പക്ഷെ നമ്മള് ചെയ്യുന്നതിന് നമുക്ക് സ്നേഹം എന്തെന്ന് എനിക്കറിയത്തില്ല. അപ്പോ എനിക്കറിയത്തില്ല, എനിക്ക് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട മതി, വേറെ ഒന്നിനും എനിക്കൊരു കുറയില്ല. ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, പക്ഷെ സ്നേഹമില്ല. അപ്പൊ ഞാൻ എൻ്റെ 10ാമത്തെ വയസ്സിലേക്ക് ഞാൻ ആഗ്രഹിച്ചു ഈ വീട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടു പോയിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ പറയത്തില്ലേ, നമ്മൾ എരിയുന്ന ചട്ടിയിൽ നിന്ന് വറ ചട്ടിയിലേക്ക് ചാടുന്നതെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ 20ാമത്തെ വയസ്സിൽ ഞാൻ വന്ന വീട് എനിക്ക് അത്ര സന്തോഷകരമായുള്ള ഒരു അവസ്ഥയൊന്നും ആയിരുന്നില്ല. സത്യം ഞാൻ പറയാം, ഇപ്പൊ ഇതൊന്നും പറയേണ്ട കാര്യമല്ല. എന്നാലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ഓരോ അവസ്ഥകളും നമ്മൾ അറിയണമല്ലോ. ആരും ഭയങ്കര ഈസി ആയിട്ടൊന്നും അല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ, അത്ര ഈസി അല്ല. നമ്മൾ മുമ്പോട്ട് പോകാന്ന് പറഞ്ഞാൽ അത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം പോലും സ്വസ്ഥത അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ 2016 ഞാൻ 2013 ഞാൻ ഇപ്പൊ ആയിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് ഞാൻ പോയി. ഒരു രീതിയിലും എനിക്ക് ജീവിക്കാനോ ഒരു സന്തോഷ സമാധാനം ഇല്ലാത്തൊരവസ്ഥയാണോ. അപ്പൊ ഞാൻ 2013 ഈ ഡേറ്റ് മറക്കാൻ പറ്റത്തില്ല. 2013 സെപ്റ്റംബറിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ 3 മക്കളും എൻ്റെ ഭർത്താവും ഈ വീട്ടിൽ നിന്ന് പോയി. ഈ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രം അന്ന് ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് അത്ര സന്തോഷമായിരുന്നില്ല. പക്ഷേങ്കില് 2016 ഞാൻ ക്രിസ്തുവിനെ അറിയാൻ ഒരു മുഖാന്തരമായി തീർന്നത്, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയപ്പോ എനിക്ക് ഇത് ഞാൻ പറഞ്ഞ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത എന്തോ ഒരു സംഭവം എന്നെ ആ വീട്ടില് സമാധാനമായി സ്വസ്ഥമായി രാത്രിയോ പകലോ എന്നെ ഉറക്കത്തില്ല. അപ്പൊ പാസ്റ്റർ ഒന്ന് ആലോചിച്ച് നോക്കൂ, 2013 സെപ്റ്റംബറിൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ പോയപ്പോ ആ ഒരു സമയം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. അപ്പോ നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉറക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മള് മരണം ആഗ്രഹിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സംഭവം എന്താന്ന് വെച്ചാല് കണ്ടിന്യൂസ് ആയിട്ട് സ്വപ്നം കാണും. ഒരു ശബ്ദം എന്റെ ചെവിയിൽ വന്നിട്ട് സംസാരിക്കും. എന്റെ കണ്ണുകൾ അടച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി. അപ്പൊ അന്ന് ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല കേട്ടോ. ആ സമയത്ത് കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ ഇരുട്ട് നമുക്ക് അറിയാലോ, വവ്വാലൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ഇരുട്ടാണ്. ആ 2 കണ്ണിലൂടെയും വവ്വാല് പറക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതൊരു റൗണ്ട് പോലെ, അപ്പൊ എന്നെ അത് അസ്വസ്ഥപ്പെടുത്തും. ആ സമയത്ത് ഭർത്താവിനെ അറിയാത്തതുകൊണ്ട് ഞാനൊരു ക്രിസ്തീയ പാരമ്പര്യമുള്ള വീട്ടിലൊന്നും ജനിച്ച ആളല്ല. ഞാൻ വിഗ്രഹത്തെ ആരാധിച്ചു. അന്ന് ദൈവം ആരാന്ന് അറിയാത്ത ഒരു സമയത്താണ് ഞാൻ അങ്ങനെ ജീവിച്ച്. ആ സമയങ്ങളിലൊക്കെ 12 മണിക്കൊക്കെ ഈ മക്കളെല്ലാം കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങാതെ ഇരിക്കും. അന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഇപ്പൊ അങ്ങനെ തന്നെ പറയും, ഈ ഒരു ഉപകാരവും ഇല്ലാത്ത കല്ലും മണ്ണും കൊണ്ടും ഉണ്ടാക്കിയ വിഗ്രഹത്തെ ആരാധിച്ചിരുന്ന സമയത്ത് എന്റെ പൊട്ട ബുദ്ധിയിൽ അന്നൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാ. ഞാൻ ഈ ശ്ലോകങ്ങളെല്ലാം ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് കേട്ടുകൊണ്ടിരിക്കും. ഞാൻ ഒന്ന് കണ്ണടച്ച് മയങ്ങി പോയാല് എന്നെ മനുഷ്യൻ തട്ടി വിളിച്ച് എണീപ്പിക്കുന്നത് പോലെ എന്നെ തട്ടും. അപ്പോ എന്റെ ഉറക്കം നഷ്ടപ്പെടും. ആ സമയങ്ങളിലെല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയും എനിക്ക് ജീവിക്കണ്ട. അപ്പൊ ഞാൻ ഈ 2016 ക്രിസ്തുവിനെ അറിയണം. അപ്പൊ അത്രയും ആ ഒരു സമയം പാസ്റ്റർക്ക് എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഒരു മനുഷ്യന്റെ ആ ഉറക്കം നഷ്ടപ്പെട്ടു. രാവും പകലും എനിക്ക് ഉറക്കമില്ല. ഞാൻ പിന്നീട് മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച ഒരു സമയം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം ഞാൻ പോയത് ഒരു മുസ്ലിം ചർച്ചിലാണ്. മുസ്ലിം ചർച്ച് എന്ന് പറഞ്ഞാൽ ഈ ഉറക്കമില്ലാതായപ്പോ ഓരോ രാത്രിയും എനിക്ക് ഭയമാണ് ഭയങ്കര. അപ്പൊ അങ്ങനെ ഒരു ഞാൻ അന്ന് കേട്ടൊരു ഇത് പ്രകാരം മുസ്ലിം പള്ളി, അപ്പോ നമുക്കറിയാം ഈ കാഞ്ഞിരമറ്റന്നുള്ള പള്ളിയിലൊക്കെ പറയും ഇങ്ങനെ യാസിന ഓതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറെ കാര്യങ്ങൾ ഞാൻ ഇടക്ക് പറയാത്തതുകൊണ്ടാ ഒത്തിരി ഇതെല്ലാം പറയാനുള്ള സമയമില്ല. അപ്പോൾ നമ്മൾ ഈ വിഗ്രഹത്തെ ആരാധിച്ച് നടക്കാൻ നേരത്ത് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് അറിയത്തില്ല പക്ഷേ യേശു മാത്ര ഏക ദൈവം എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ജനിച്ചു വളർന്ന ചുറ്റുപാടില് എന്റെ ബാല്യത്തിലും ഞാൻ ഇതെല്ലാം ഇടക്ക് പറയും. എന്റെ ബാല്യത്തില് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഓ ഈ പള്ളിയിലെ അച്ഛന്മാരും ഈ പൂജ ചെയ്യുന്ന പൂജാരിയൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. എന്റെ ധാരണ അവര് ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകളാണ് എന്റെ ധാരണ. ഞാൻ എന്റെ ബാല്യത്തിലൊക്കെ പോയി ഈ മുതിർന്ന പ്രായത്തിലും ഒക്കെ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ചിന്തിക്കുന്ന കാര്യമാണ്. ഞാൻ ചിന്തിക്കും, ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പൂജാരികള് വാതിലടച്ചിട്ട് അതിന്റെ അകത്ത് കുറെ നേരം ഇരിക്കും. അപ്പൊ ഞാൻ എന്താ ചിന്തിക്കുന്നേ, അവര് ദൈവത്തിന്റെ എത്ര അടുത്താ നിൽക്കുന്നേ, ഓ അവര് ഭാഗ്യവാന്മാരെന്ന്. എനിക്ക് അന്ന് അറിയത്തില്ലല്ലോ ഇവര് ദൈവത്തിന്റെ അടുത്തൊന്നും അല്ല നിൽക്കുന്നേന്ന്. എന്നെ അന്ന് രക്ഷിക്കാൻ ഞാന് സേവിച്ചിരുന്ന
ഒരു ദൈവങ്ങൾക്കും. ഞാൻ അന്ന് ചിന്തിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് അവരോട്. എനിക്ക് അന്ന് അറിയത്തില്ല, അവർക്ക് കണ്ണും മൂക്കും ഒക്കെ എല്ലാം ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കണ്ണുനീര് കണ്ടാലോ, അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല എന്ന് എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പോയി ഒരു വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് കരഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അപ്പോ നമുക്ക് ശത്രുവായിട്ടുള്ള മനുഷ്യരാണ്, ശത്രുക്കൾ ഉണ്ടാവും. അപ്പൊ എന്റെ ശത്രുവായിട്ടിരിക്കുന്ന ഒരാൾ പോയിട്ട് അവളെ ഇന്ന് ശത്രു സംഹാരം, അറിയാലോ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ടാവും. എന്നെ അങ്ങോട്ട് നശിപ്പിക്കണമെന്ന് പറഞ്ഞ അടുത്ത ആള് പൈസ ഉള്ളവനാണ് ചെല്ലുന്നെങ്കിൽ ഈ വിഗ്രഹം ആരുടെ കൂടെ നിൽക്കും? അല്ലെ ഈ വിഗ്രഹത്തിന്റെ കൂടെയുള്ള ശക്തികൾ ഈ സമ്പത്തുള്ളവന്റെ കൂടെ നിൽക്കുന്നേ. അല്ലാതെ അപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ദൈവം ശരിക്കും അങ്ങനെയാണോ? പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും കാറ്റഗറി തിരിച്ച് കാണുന്ന ആളാണ് ദൈവം എന്നൊക്കെ ഞാൻ ആ സമയങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കില് 2016 ജൂൺ 19 ആദ്യമായിട്ട് ഞാനൊരു സഭയെ കടന്നു ചെല്ലുക. അതിനൊക്കെ മുഖാന്തരം എൻ്റെ അച്ഛൻ കർത്താവിനെ അന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്നെ വിളിക്കുന്നുണ്ട്, ചർച്ചിൽ വരാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ എന്റെ സമയമായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞൊരു കാര്യം, അച്ഛൻ കർത്താവിനെ അറിഞ്ഞെങ്കിലും അച്ഛൻ പൂർണ്ണമായിട്ടും മദ്യപാനം നിർത്തിയിട്ടില്ല. യേശുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കോട്ടപ്പള്ളിയിലെല്ലാം ധ്യാനം കൂടാൻ പോകും. ആ സമയങ്ങളിലെല്ലാം എനിക്കറിയില്ല, യേശുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യേശുവിനെ ഞാൻ അന്നും തള്ളി പറഞ്ഞിട്ടില്ല, ഇന്നും തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ കോട്ടപ്പള്ളിയിലൊക്കെ ധ്യാനം കൂടാൻ ചെന്നിരിക്കുമ്പോൾ എന്റെ കണ്ണുകളെല്ലാം മൊത്തം പോകുന്നത് ആളുകൾ അവിടെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്നു, ഭയങ്കര കാര്യങ്ങൾ. എന്റെ ചിന്ത മൊത്തം, ഞാൻ അല്ലെങ്കിൽ ആ വഴിയിലൂടെ കടന്നു വരുമ്പോഴൊക്കെ കുഷ്ഠരോഗികളായ ഒത്തിരി ആളുകൾ ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ട്. എന്റെ ആ വളരെ ചെറിയ പ്രായത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ എന്റെ ഉള്ളില് ഞാൻ ചിന്തിക്കുന്നത്, എന്റെ നോട്ടം പോകുന്നത് ആ കുഷ്ഠരോഗികളായിട്ട് വഴിയരികിൽ ഭിക്ഷ യാചിക്കാൻ നിൽക്കുന്നവരും. അപ്പോ ഞാൻ പറയും, സാമ്പത്തികം ഇല്ലാതെ കഷ്ടപ്പെടുന്നു. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയുള്ളവരെയൊക്കെ അന്ന് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് ഇതുപോലെ ഇവരെ പോലെ ശുശ്രൂഷിക്കാൻ പറ്റുമെങ്കിൽ ആദ്യം ഞാൻ ആ കുഷ്ഠരോഗികളെ സൗഖ്യം നോക്കും, സമ്പത്തില്ലാത്തവർക്ക് സമ്പത്ത് കൊടുക്കും. അന്ന് എന്റെ ചെറിയ പ്രായത്തിലാട്ടോ അതൊക്കെ ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ കർത്താവിനെ ആദ്യമായിട്ടൊരു സഭയെ കടന്നു ചെന്നപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. വിഗ്രഹത്തിന്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിന്നിട്ടുണ്ട്, പക്ഷെ നമ്മളെ ആ മാവോട് ചേർക്കുന്ന ഒരു സ്നേഹം, ഞാൻ പറയാ പാസ്റ്റർ, ഞാൻ ആദ്യമായിട്ട് ആ സഭയെ കടന്നു ചെല്ലുമ്പോൾ ആ ഡോറ് തുറന്ന് ഞാൻ അതിനകത്തേക്ക്, എനിക്കറിയത്തില്ല, ഇപ്പൊ ഞാനത് പറയുമ്പോൾ പോലും എനിക്ക് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ ഡോറ് തുറന്ന് അതിന്റെ അകത്തേക്ക് കയറുമ്പോ എനിക്ക് കാണാൻ പറ്റില്ല ദൈവത്തെ, പക്ഷേ എന്നെ വാരിപ്പോണർന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ആ സഭയെ കടന്ന് ചെന്നപ്പോ ഭയങ്കരമായിട്ട്, എനിക്കറിയില്ല, ഞാൻ കാണാത്ത എന്റെ അപ്പന്റെ വലിയ സാന്നിധ്യം എന്നെ കെട്ടിപ്പിടിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അന്ന് ഞാൻ ആ സഭയിൽ നിന്ന് വന്നു. അന്നത്തെ ദിവസം ഞാൻ ആഗ്രഹിച്ചു, ദൈവമേ അടുത്ത സൺഡേ എത്രയും പെട്ടെന്ന് ആയിരുന്നെങ്കിൽ എനിക്കൊന്ന് പോകായിരുന്നു. ഞാൻ അന്ന് അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ സെക്കൻഡ് ആഴ്ചയിൽ ഞാൻ പോകുമ്പോ ഒരു ലേഡിയാണ് അവിടെ പ്രസംഗിക്കുന്നത്. അപ്പോ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം. ഞാൻ ഈ ലേഡി പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക അവിടെ ഇരുന്ന്, ദൈവമേ, യേശുവിനെ കുറിച്ചൊക്കെ അവർ എത്ര കാണാതെ സംസാരിക്കുന്നേ, എനിക്കും അങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോ ഉടനെ ഞാൻ കേൾക്കുന്ന മറുപടി എന്താന്ന് പറയും, ഞാൻ ഇത് ചിന്തിച്ചത് എന്റെ ഹൃദയത്തിലാ, വായി കൊണ്ട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. അന്നാണ് ആദ്യം, ഇപ്പൊ വചനത്തിൽ പറയുന്ന പോലെ നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവം. ഞാൻ ഹൃദയത്തിൽ ഒന്ന് ആ കർത്താവിനെ കുറിച്ച് അവിടെ നിന്ന് സംസാരിച്ചപ്പോ ആ ലേഡി പാസ്റ്റിലൂടെ വായിലൂടെ ഞാൻ വന്ന് കേട്ട ആ വാക്യം, നിന്റെ വിദ്യാഭ്യാസമോ ഒന്നും ആവശ്യമില്ല, നിനക്കും ഇതുപോലെ സംസാരിക്കാൻ പറ്റും എന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, എന്റെ ഉള്ളത്തിൽ കിടക്കുന്ന കാര്യമാണ് അപ്പൊ സംസാരിച്ചത്. അപ്പോ ആ സെക്കൻഡ് ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ വിടുതൽ അനുഭവിച്ചിട്ടില്ല. ഞാൻ ഏതവസ്ഥയിലൂടെ കടന്ന ചർച്ചിൽ പോയെന്ന് ഇപ്പോ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ആയിട്ട് സഭയിൽ ചെന്നപ്പോ എനിക്ക് തന്ന വചനം, ഞാനറിയാം ഈ പൈശാചിക ശക്തി എന്നെ ഉപദ്രവിക്കും, ടച്ച് ചെയ്യും, ഒരു മനുഷ്യൻ ടച്ച് ചെയ്യുന്ന പോലെ എന്നെ ടച്ച് ചെയ്യും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പ്രസംഗത്തിലൂടെ കേൾക്കുന്ന വചനം ഇതാ. എനിക്ക് അന്ന് അറിയത്തില്ല ഈ കാട്ടത്തി എന്ന് പറഞ്ഞ എന്താന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ കയ്യിൽ ഒരു ബൈബിൾ കിട്ടിയിട്ടില്ല ഞാൻ ആദ്യ വിശ്വാസത്തിൽ കടന്നു ചെല്ലുമ്പോ. അപ്പോ അവിടെ പറയുന്ന വചനം മർക്കോസ് 11:22-23 ഉള്ള വാക്യങ്ങളാ പറയുന്നത്. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ കാട്ടത്തിയോട് ഞാൻ അന്ന് കേട്ടെ, പക്ഷെ അത് എന്റെ ഉള്ളിൽ ഈ വചനം കയറി, ഈ കാട്ടത്തിയോട് നിങ്ങൾ കടലിൽ ചാടി പോവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ ഈ സൺഡേ ഈ മീറ്റിംഗ് കൂടി ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ വന്നു.
എന്റെ മക്കളും ഹസ്ബൻഡ് എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഒറ്റ മുറി വീട്ടിലിരുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, ദൈവം പറയുന്നത് പിശാചിനെ നിങ്ങൾ കൽപ്പിച്ച് പുറത്താക്കാൻ. ഞാൻ അപ്പൊ അന്ന് അത് എന്റെ ഉള്ളിൽ കയറി. കാട്ടത്തി എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, വചനത്തിന്റെ ABCD എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അന്ന് വാതിലടച്ച് ഞാൻ എന്റെ മുറിയിലിരുന്നു. ഞാൻ പറഞ്ഞു, പിശാചിയെ നിനക്ക് എന്റെ മേൽ അധികാരമില്ല. ഞാൻ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇപ്പോ എന്റെ മേലാടുന്ന പോരാടുന്ന എല്ലാ ശക്തിയും നസ്രാണ് യേശുവിന്റെ നാമത്തിൽ ഞാൻ പുറത്തായി നിന്നെ പുറത്താക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ ആ സമയത്ത് എന്തൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല. ഞാൻ പക്ഷെ അവനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് അവനെ പുറത്താക്കിയത്. അന്ന് മുതല് ഒരു പാസ്റ്ററും എന്റെ തലയിൽ കൈവച്ചിട്ടില്ല ഈ ഇതിൽ നിന്ന് ഞാൻ പുറത്തു വന്നത്. അന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് മനസ്സിലായി, പിറ്റേ ദിവസം മുതൽ ഈ ശക്തി എന്റെ അടുക്കൽ വരുന്നില്ല, എന്നെ ടച്ച് ചെയ്യുന്നില്ല, ഭയപ്പെടുത്തുന്നില്ല. അന്ന് എന്റെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, ഈ ഒരു പാസ്റ്ററും എന്റെ തലയിൽ കൈവച്ചിട്ടല്ല എനിക്ക് വിടുതൽ വന്നത്. അപ്പോ എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് എന്തോ ഒരു പദ്ധതി, എന്നിലൂടെ എന്തോ ചെയ്യാനുണ്ടെന്ന് അന്ന് എന്റെ ഉള്ളിൽ വന്നു. അത് എന്റെ ബുദ്ധിയിലൊന്നും അല്ല, ദൈവം എനിക്ക് തന്നിട്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി, പാസ്റ്റർ കൈ ഒരു തലയിലും എന്റെ കൈ വെച്ചിട്ടില്ല, ഈ കാര്യത്തെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്റെ ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ആദ്യം കേട്ട എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വചനമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, സത്യം പറഞ്ഞാൽ നമ്മള് ഈ വിഗ്രഹങ്ങളുടെ മുമ്പിലൊക്കെ ചെന്ന് നമ്മൾ നിൽക്കും, നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഈ വചനത്തിന്റെ ശക്തി അന്ന് എനിക്ക് മനസ്സിലായത്, നമ്മള് ഹൃദയത്തിൽ, പക്ഷെ നമ്മുടെ ഹൃദയത്തെ അറിയുന്നത് ദൈവം മാത്രമാണ്, വേറെ ആർക്കും അത് അറിയാൻ പറ്റത്തില്ല. എന്നിട്ട് ദൈവം എനിക്ക് തന്ന 2016 തന്നെ, അന്നൊന്നും ഡേറ്റ് ഒന്നും ഞാൻ എഴുതിയിട്ടിട്ടില്ല, അതെല്ലാം എന്റെ ഹൃദയത്തിൽ എന്റെ ഓർമ്മയിൽ ദൈവം സൂക്ഷിച്ചു വെക്കാൻ സഹായിച്ചു. എന്നിട്ട് ദൈവം തന്ന ഒരു വാക്കാണ്, കളകളെ കുറിച്ചുള്ള ഒരു ഉപമ അന്ന് എനിക്ക് തന്നു. അതെനിക്ക് തന്നത് എന്തിനാന്ന് ഇപ്പോൾ ഞാൻ ഈ കർത്താവിനെ വിട്ടുപോകാതെ നിന്നപ്പോ എനിക്ക് മനസ്സിലായി. ദൈവം തന്ന ഒരു കാര്യം ഇതാണ്, നമ്മള് സഭയാകുന്ന ഒരു വയലില് റാണി പാസ്റ്ററും ഞാനും എല്ലാം ഒരു ഞാറായിട്ട് നമ്മളെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിലും വേറെ ഞാറുകളുണ്ട്. അപ്പോ കർത്താവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നീ നേരിടും എന്നുള്ള ഒരു സൂചന എനിക്ക് അന്ന് തന്നു. അതായത് നമ്മൾ ഒരു സഭയിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല, ആ സഭയിൽ നിന്ന് തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ കർത്താവിനെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് കളയുടെ ഒരു ഉപമ എനിക്ക് ദൈവം പറഞ്ഞു തന്നു. അത് ഒരിക്കലും എന്റെ ജീവിതത്തിൽ മറന്നിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്റെ ചുറ്റും അപ്പുറം ഇപ്പുറമുള്ള ഈ കളകള് നമ്മളെ കുത്തും. ഇത് കുത്തുന്നതിൽ നമ്മളെ വേദനിപ്പിക്കുന്നത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്ന് ഈ 2026 ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല പക്ഷേ, എനിക്കിപ്പോ വേറെ ഒന്നിനെ കുറിച്ചിട്ട് ഞാൻ കരയത്തില്ല. പക്ഷെ കർത്താവിന്റെ ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. പക്ഷെന്തെങ്കിൽ എന്റെ ജീവിതത്തിൽ ആ സമയത്ത് ഞാൻ ഇതിൽ നിന്ന് ഇല്ലായിരുന്നു എങ്കിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് ഈ ലോകത്തിലില്ല. ഞാൻ അന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ നമുക്കറിയാം, പിശാച് മനുഷ്യനെ കൊല്ലാനാണ് വരുന്നത്. അവന് വേറൊരു ഉദ്ദേശവുമില്ല. മനുഷ്യനുള്ള എല്ലാ നന്മകളെയും അവൻ അപഹരിച്ചിട്ട്, കരിമ്പിൻ ചണ്ടി എങ്ങനെയാ, അതിൽ നിന്ന് നമ്മൾ ജ്യൂസ് ഊറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഒന്നിനും പ്രയോജനപ്പെടുന്നില്ല, അത് പിന്നെ കത്തിച്ചു കളയാനേ പറ്റത്തുള്ളൂ. എന്ന പോലെയാണ് പിശാചിന്റെ പ്രവൃത്തികള്. അപ്പോ അന്ന് ഞാൻ ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നില്ല. അപ്പൊ ഈ മരണത്തിൽ നിന്നും എന്നെ രക്ഷിച്ച ദൈവത്തിനോട് എനിക്ക് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ഈ ദൈവത്തെ വിട്ടിട്ട് എന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നം വന്നാലും ഈ ദൈവത്തെ വിട്ടിട്ട് ഞാൻ ഒരിക്കലും എങ്ങും പോകത്തില്ല. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നല്ല, ഞാൻ പല അവസ്ഥയിലൂടെയും കടന്നു പോയിട്ടുണ്ട്. ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടും എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് ചിന്തിച്ച അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം കർത്താവിന്റെ കരുതലും സ്നേഹവും ഉള്ളത് കൊണ്ട് കർത്താവിന് എന്നെ ആവശ്യമുണ്ട്. ഇപ്പൊ ഇന്ന് പാസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും സംസാരിക്കുന്നത് എന്റെ ഉള്ളിലോട്ട് വന്നൊരു ചിന്ത ഞാൻ പറയാം. കർത്താവ് ഈ കഴുതയെ അഴിച്ചു കൊണ്ടുവരാൻ പറയുന്ന കാര്യം, അതായത് കർത്താവിന്റെ എൻഡ് ടൈമിലാണ് ഈ കെട്ടപ്പെട്ട ഈ പെൺകഴുതയെയും അതിന്റെ കുഞ്ഞിനെയും കൊണ്ടുവരാൻ പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കണം, കെട്ടപ്പെട്ട കഴുതയാണ്, കർത്താവിന്റെ എൻഡ് ടൈമിലാണ്. എന്റെ ഉള്ളിൽ കുറെ നാളുകളായിട്ട് വന്നു കിടക്കുന്ന ഈ എൻഡ് ടൈമിലെ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഈ കർത്താവിന്റെ ആ ക്രൂശ് മരണ സമയത്ത് സ്ത്രീകളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ചൊല്ലി കരവാൻ യെരൂശലേം പുത്രിമാരോട് കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് രണ്ടും എന്റെ ടൈമിലാണ്. പിന്നെ യോവേൽ പ്രവാചകൻ
പറയുന്നുണ്ട്. 2:28 പറയുവാണ്, അന്ത്യകാലത്ത് ഈ മൂന്ന് വചനവും കൂട്ടി വെച്ചാൽ ഇത് മൂന്ന് നടക്കുന്ന അന്ത്യകാലത്താണ്. കർത്താവിന് സ്ത്രീകളെ കൊണ്ട് ആവശ്യമുണ്ട്. അത് എന്താ പറയാൻ ഞാൻ ഉറപ്പിച്ചു പറയുന്നതെന്ന് വെച്ചാൽ, റാണി പാസ്റ്റർ ദൈവം ശക്തമായി എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ പാസ്റ്ററോട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ കർത്താവ് കാണിച്ച ഒരു വിഷൻ, വിത്ത് നട്ടിട്ട് മുളച്ചു വരുന്ന ഒരു ചെടിയും കമ്പ് വെട്ടി കുത്തിയ ഒരു ചെടിയും കാണിച്ചു തരുവാണ്. ഈ എൻഡ് ടൈമിൽ കർത്താവിന് വേഗത്തിൽ അനേകരെ ഉപയോഗിക്കണം. അപ്പൊ ഒരു വിത്ത് ഇട്ടിട്ട് അത് ഫലം കായ്ച്ചു വരാൻ ഒത്തിരി സമയം എടുക്കും. അപ്പൊ ഫലമുണ്ടായ, ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയും, റാണി പാസ്റ്റർ നല്ല ഫലത്തോടെ നിൽക്കുന്ന ആളാണ്. അപ്പോ അതിൽ ഒരു കൊമ്പിനെ വെട്ടി കർത്താവിന് പലയിടങ്ങളിലും നടാം. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിനും വേദനയുണ്ട്. വിത്ത് മണ്ണിൽ വീണ് മുളച്ചു വരുമ്പോഴും അതും ഒരു വേദനയുടെ പ്രോസസ്സ് തന്നെയാണ്. അതുപോലെ ഒരു മരത്തിൽ നിന്ന് ഒരു കൊമ്പ് വെട്ടിയിട്ട് നമ്മൾ കുത്തിയാലും അതും വേദനയുടെ അനുഭവത്തിലൂടെ തന്നെ കടന്നു പോകണം. പക്ഷെ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഇത് വേഗം ഫലം കഴിക്കും, വേഗം ഫ്രൂട്ട്. അപ്പൊ അത് ആ കൃപകളും, അപ്പൊ മാതൃവൃക്ഷത്തിൽ നിന്നാണ്. ഒരു ഫലമില്ലാത്ത കൊമ്പിൽ നിന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തില്ല, ഒരു കൊമ്പ് വെട്ടി നമ്മൾ നടത്തില്ല. നടണമെങ്കിൽ ഫലമുള്ള ആ വൃക്ഷത്തിന്റെ കൊമ്പിൽ നിന്നും, അതായത് ഞാൻ ഈ ആത്മീയ തലത്തിൽ റാണി പാസ്റ്റർ എന്ന് പറയുന്ന ആ മാതൃവൃക്ഷത്തിൽ നിന്നും അനേകം കൊമ്പുകളെ ദൈവം വെട്ടി ഈ അന്ത്യകാലത്ത് നടും. എപ്പോ എനിക്ക് പറയാനുള്ളത്, ഇപ്പോ പാസ്റ്ററും ഈ ഒത്തിരി വിശ്വാസികൾ ഇപ്പൊ ദൈവം ഒത്തിരി പേരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലെല്ലാം കർത്താവ് എനിക്ക് ഓരോ ദർശനം തരും. ഞാൻ എന്നെ വളർത്താൻ ആരും കൂടെ ഉണ്ടായിട്ടില്ല. ഞാൻ റാണി പാസ്റ്ററെ കാണുന്നത് 2023 ഞാൻ 2018 ഒരു സഭയിൽ, ഞാൻ ആദ്യമായിട്ട് പോയ സഭയിൽ നിന്ന് ഞാൻ ഇറങ്ങി. എന്റെ കൂടെ സപ്പോർട്ടിന് ആരും ഉണ്ടായില്ല. ഞാൻ അറിയപ്പെടുന്ന ഒരു പാസ്റ്റർ ചർച്ചിൽ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഈ വിഗ്രഹത്തെ ആരാധിച്ചിട്ട് ഞാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോ എനിക്ക് അവിടെയുള്ള പല രീതികളും കണ്ടിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, കർത്താവ് ഇങ്ങനെയൊക്കെയാണോ, എന്നാ പിന്നെ നമുക്ക് വിഗ്രഹത്തെ തന്നെ ആരാധിച്ച പോരേന്ന് നമുക്ക് ചിന്തിക്കുന്ന രീതിയിലുള്ള ശുശ്രൂഷകളാണ് ഞാൻ കണ്ടത്. വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങള് പ്രധാന സ്ഥലങ്ങൾ തെരഞ്ഞെടുക്കരുത്, നിങ്ങളോട് പുറകിൽ പോയിരിക്കാൻ പറയും. കർത്താവ് തന്നെ പറയുന്നുണ്ട്. ഇന്ന് എല്ലാവരും കാശുള്ളവനെ, നല്ല നല്ല നീറ്റായിട്ട് വന്നിരിക്കുന്ന, നല്ല എന്താ പറയുക, ഒത്തിരി വിദ്യാഭ്യാസവും കാണാൻ ഭംഗിയും എല്ലാം ഉള്ളവരെ, ഞാനൊക്കെ സത്യം പറഞ്ഞാൽ എന്റെ അനിയത്തിമാരെല്ലാം വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയവരാ. ഞങ്ങൾ അന്ന് പോയ സഭയിലെ പല രീതികളും അവര് തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്തിനാ ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്നേന്ന്. പക്ഷെ കർത്താവ് അവര് പിന്മാറിപ്പോയപ്പോഴും എന്നെ നിർത്തിയത്, ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്മാറിപ്പോയവരെല്ലാം ദൈവം കൊണ്ടുവരും, അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. പക്ഷെ ഞാൻ പോയ സഭയിലെ കാര്യങ്ങളൊക്കെ എന്നെ വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടായില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് അവിടുത്തെ രീതികൾ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ആ പാസ്റ്റർ പേരൊന്നും ഞാൻ പറയുന്നില്ല. പാസ്റ്റർ ഇപ്പൊ നമ്മൾ പറയും, സ്നാനപ്പെടാത്തവർക്ക് കൊയറിൽ കയറി പാടാൻ പറ്റത്തില്ല, സ്നാനപ്പെട്ടാൽ മാത്രമേ കൊയറിൽ കയറി പാടാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പാസ്റ്റർ സഹോദരിയുടെ നമ്പർ അന്നെന്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ ചോദിച്ചു, പാസ്റ്ററെ, സഹോദരിയുടെ മകൻ സ്നാനപ്പെട്ടിട്ടില്ല, അപ്പൊ അവര് കയറി പാടുന്നുണ്ട്. പിന്നെ ഞാൻ സംസാരിക്കാൻ ഇടയായ ഒരു കാര്യം, നമ്മളിപ്പോ പല സഭകളിലും കർത്തൃമേശ ടൈമില് സ്ത്രീകളുടെ ഭാഗത്തേക്ക് രണ്ട് സ്ത്രീകളെ വെച്ച് വിടും. അപ്പോ പുരുഷന്മാരുടെ ഭാഗത്തും 2 പേരെ വിടും. അപ്പോൾ ഓരോരുത്തർക്കും ഒരാഴ്ച നിയമിച്ചു കൊടുക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെയും ലീഡറാക്കിയിട്ട് അതിൽ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്രിസ്ത്യാനിയായിട്ടും കറുപ്പ് നിറമുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു. എന്നെ അറിയുന്ന ഒരു വ്യക്തി, ഞാനിപ്പോ പറഞ്ഞല്ലോ, ആദ്യത്തെ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകാൻ കാരണക്കാരനായ വ്യക്തി ആ സഭയിൽ ഉണ്ടായിരുന്നു. ആ വ്യക്തി മുഖാന്തരമായി എന്റെ അച്ഛൻ ചർച്ചിൽ പോകുന്നത്, ഞാനും ആ സഭയിൽ വരുന്നത്. ഈ വ്യക്തി പറഞ്ഞു, ഇവള് തന്റേടിയായ ഒരു സ്ത്രീയാ, അതുകൊണ്ട് ഇവൾക്ക് കർത്തൃമേശ കൊടുക്കുന്ന ആ ഒരു ഇതിലോട്ട് അവളെ കൊണ്ടുവരരുത്. അപ്പോ ഈ കാണാൻ ഭംഗിയില്ലാത്ത ഈ ചേച്ചീനെയും എന്ത് ചെയ്യരുത്, ഇത് ഏൽപ്പിക്കരുതെന്ന്. അപ്പൊ പിന്നീട് ഈ പുള്ളി നമ്മളെ അവിടെ സമാധാനമായിട്ട് നിൽക്കാൻ അനുവദിക്കത്തില്ല. അപ്പോ ഈ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഇതും തമ്മിൽ ഒത്തിരി വ്യത്യാസം വരിക. വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ ഞാൻ ഈ പാസ്റ്റർ സഹോദരിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു,
സിസ്റ്ററെ, ഈ സ്നാനപ്പെടാത്തവർക്ക് കൊയറി കയറി പാടാൻ പറ്റില്ലെങ്കിൽ പിന്നെ സിസ്റ്ററെ മകൻ എന്താ കൊയറി കയറി പാടുന്നേ? അപ്പൊ എന്താ ഇവിടെ രണ്ട് നീതി? ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മുഖം നോക്കി അപ്പൊ ഞാൻ ആ പാസ്റ്റർ പേരെന്റെ വായിൽ വരുന്നു. ആ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അവരുടെ സഹോദരിയാ, അവര് മുഖാന്തരം എന്നെ കൊയറി കയറ്റിയത്. എനിക്ക് സ്ഥാനോ മാനോ ഒന്നും വേണ്ട, ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാനാണ് ഈ 2023 എന്നെ ഞാൻ പോയ സഭയില് അവര് കൊയറിൽ കയറി അവരുടെ വലിയ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് പാടാൻ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഞാൻ വരുന്നില്ല, ദൈവം എന്നെ അവിടെ നിർത്തിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയേണ്ടത് എവിടെയും പറയും. പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും വരാനില്ല. അപ്പൊ ഞാൻ ഈ സിസ്റ്റർ വിളിച്ച് ഞാൻ ചോദിച്ചു, ഈ സ്നാനപ്പെട്ടവർക്ക് കയറി കയറി പാടാൻ അനുവാദമില്ലെങ്കിൽ എന്തുകൊണ്ട് സിസ്റ്ററെ മകനെ അവിടെ കയറ്റി പാടണം? അവര് സ്നാനപ്പെട്ടിട്ടില്ലോ. അപ്പൊ എന്താ രണ്ട് നീതി? അത് പാസ്റ്റർ സഹോദരി ആയതുകൊണ്ടാണോ ഇങ്ങനത്തെ നീതി അവിടെ നടത്തണേന്ന്? അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ആ സഭയിൽ നിൽക്കുന്ന ആളിൽ നിന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ലീഡേഴ്സിന്റെ മീറ്റിംഗ് വെച്ച സമയത്തും ഞാനൊരു കാര്യം പറഞ്ഞു, ഇവിടെ രണ്ട് നീതിയാണ്, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മുടെ കൂടെ ആരും നിക്കത്തില്ല. എനിക്കറിയാം ഞാൻ ആ സഭയിൽ ഇനി നിൽക്കാം. ഞാൻ ഇപ്പൊ ഇന്ന് പാസ്റ്റർ അയച്ച ഒരു വോയിസിൽ പോലും ഉണ്ടായിരുന്നു, ആ സഭയില് നിൽക്കണോ? ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ സമയങ്ങളിലെല്ലാം എനിക്ക് മനസ്സിലായി. അപ്പോ ദൈവം എനിക്ക് ഈ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, നീ ശുശ്രൂഷ ചെയ്യും. പക്ഷെ ഞാൻ ശുശ്രൂഷ ചെയ്യാൻ നിൽക്കുന്ന വ്യക്തിയുടെ ഫേസ് എനിക്ക് ഒരിക്കലും കർത്താവ് കാണിച്ചു തന്നില്ല. 2023 പിന്നീട് എന്റെ ശുശ്രൂഷയെ കുറിച്ച് കർത്താവ് സംസാരിക്കുന്നത്. അപ്പോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മള് തലയെ തുണി, ഞാന് വിശ്വാസത്തിൽ വന്നപ്പോഴും തലയെ തുണി ഇട്ടിട്ടില്ല. ഒരു സഭയിൽ മാത്രം പോയപ്പോഴാണ് അവര് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്, തലയിൽ തുണി ഇടുന്നു എന്നുള്ള ഒരു നിർബന്ധം പറഞ്ഞിട്ടാണ് ഞാൻ തലയിൽ തുണി ഇടുന്നത്. ഞാൻ തലയിൽ തുണി ഇടാതിരുന്നപ്പോഴും ദൈവം എന്നോട് സംസാരിച്ചു, എനിക്ക് ദർശനങ്ങൾ തന്നു, വെളിപ്പാടുകൾ തന്നു. ദൈവം സംസാരിക്കാതിരുന്നിട്ടില്ല. എന്റെ ശുശ്രൂഷയെ കുറിച്ച് കർത്താവ് എന്നോട് തന്നെ സംസാരിച്ച്, നമ്മൾ കർത്താവിനോട് കൂടെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമ്മളോട് തന്നെ സംസാരിക്കും. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് ഈ പാസ്റ്റർമാര് തലയിൽ കൈവച്ചിട്ട് എനിക്ക് ഒരു വിടുതലോ സൗഖ്യമോ വേണ്ട. എന്നെ വിടുവിക്കുന്നെങ്കിൽ ദൈവം തന്നെ വിടുവിച്ചാൽ മതി. ഈ മിനിഞ്ഞാന്നും ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ഇന്നതുപോലെയാണ്, ഭയങ്കര കെട്ടുകൾ അഴിക്കുന്ന ശുശ്രൂഷകൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി അവര് മനുഷ്യരാണ്, അവർക്ക് കെട്ടുകൾ അഴിക്കാനുള്ള ശുശ്രൂഷ ഉണ്ടെങ്കിൽ അവർ ദൈവത്തോട് കൂടി ഇരുന്നുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ശുശ്രൂഷ കിട്ടിയത്. ഞാൻ പറഞ്ഞു, ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ എന്നിൽ എന്തെങ്കിലും കെട്ടുണ്ടെങ്കിൽ അത് അഴിയുന്നില്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ, ദൈവം അഴിക്കുന്നുണ്ടെങ്കിൽ അത് അഴിച്ചാൽ മതി, അഴിക്കാത്ത കെട്ടുകൾ അവിടെ ഇരുന്നോട്ടെ. അപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു. അത് നമുക്ക് എല്ലാവരുടെ മുഖം നോക്കി എല്ലാവരെയും പ്രസാദിപ്പിച്ചിട്ട് നമുക്ക് ഈ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഈ വരും ദിവസങ്ങളിലും അതിനുശേഷം കർത്താവ് എന്നോട്, എനിക്ക് 2023 ഈ വർഷങ്ങളൊന്നും ഞാൻ എഴുതിയിട്ടില്ലെങ്കിലും മറന്നു പോകാത്തത് എന്റെ കർത്താവ് തന്നത് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. 2023 കർത്താവ് എന്നോട് പറഞ്ഞു, എന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അതൊരു സ്ത്രീയാണ്, എന്നെ സ്ത്രീനെയാണ് കാണിക്കുന്നത്. ആ സ്ത്രീയുടെ ഫേസ് ഒന്നും എനിക്കറിയത്തില്ല. 2023 കർത്താവ് പറയുന്നു, ഒരു സ്ത്രീയുമായിട്ട് കണക്ട് ചെയ്യുന്നു. പക്ഷെ ആ സ്ത്രീ ആരാന്നൊന്നും അന്ന് എനിക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 2018 ഞാൻ ആദ്യമായിട്ട് പോയ സഭ വിട്ട്, പിന്നീട് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്കൊരു സഭയില്ല. സഭയില്ലാതിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. മക്കള് വിശ്വാസത്തിൽ ഞാൻ വന്നതിന്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്, മക്കളൊക്കെ പിന്മാറി പോകുമോ എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ ആ സമയത്തും പല സഭകളിലായിട്ട്, പിന്നെ 2018 ശേഷം ഞാൻ പല സഭകളിലാണ് ഓടിയിടന്നെ, എവിടെയും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെ. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ദൈവം എന്നെ നട്ടോടെ തന്നെ ഉറപ്പിക്കും. അത് സത്യം, അത് എവിടെയാണെങ്കിലും ദൈവം നട്ടുകൊടുത്തു. ഞാൻ ഈ ഓടിപ്പോയ ഒരു സഭയിലും എന്നെ ദൈവം നിർത്തിയിട്ടില്ല എന്ന് പലരും എന്നെ ബലമായിട്ട് പിടിച്ചു നിർത്താൻ നോക്കി. ഈ 2023 ഞാൻ ചുമ്മാ പോയി ആരാധിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരുന്ന് പിള്ളേരും വിശ്വാസത്തിന് പോകരുന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ പോയ ഒരു സഭയാണ്. അവിടെ തന്നെ എനിക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം, നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിൽ നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അവർ ആ സഭയിൽ പിടിച്ചു നിർത്താൻ, കർത്താവ് നമ്മളോട് ഒരു കാര്യം പറഞ്ഞ ഒരു പ്രാവശ്യം നമ്മളോട് പറഞ്ഞാൽ മതി, അത് നമുക്ക് മനസ്സിലാവും. കർത്താവിന് ഒരു വ്യക്തിയോട് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ 16
ആവശ്യമില്ല, നമ്മളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ പറ്റത്തില്ല. അവര് ഈ സഭയിൽ ഉറപ്പിച്ചതിനായി ഓരോ സഭയിലും പറയും ഈ സഭയിൽ ഉറപ്പിച്ചതിനായി ദൈവത്തിൽ നിന്നുമല്ല. ഏറ്റവും അവസാനമായിട്ട് ഞാൻ കേൾക്കുന്നത്, അത് ഞാൻ പാസ്റ്ററോട് ഷെയർ ചെയ്തിട്ടുള്ളതാ. എന്തുവാണ്, എന്റെ മേലൊരു കെട്ടുണ്ട്. അപ്പൊ ആ കെട്ട് അഴിക്കണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അത് നമുക്ക് കുറെ സമയം കൊടുത്ത് പ്രാർത്ഥിച്ച വിടാം. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, കർത്താവിനെ വിടുവിക്കണമെങ്കിൽ ഒരു സെക്കൻഡ് പോലും വേണ്ട. അല്ലേ? ഞാൻ ബൈബിള് ഇത്രയും നാളും വായിച്ചിട്ട് മണിക്കൂറുകൾ എടുത്തിട്ട് ഈ അപ്പൊ അതൊക്കെ എന്താ, മന്ത്രവാദികൾ ചെയ്യുന്ന പോലെ മണിക്കൂറുകൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ടൊന്നും വിടിവിക്കുന്ന ദൈവത്തെ അല്ല ഞാൻ ഈ ബൈബിളിൽ വായിച്ചറിഞ്ഞേക്കുന്നത്. അപ്പൊ ഇവര് പറയുന്ന മണിക്കൂറുകൾ എടുത്തിട്ട് പ്രാർത്ഥിക്കും. അന്ന് ഞാൻ ആ സഭയിൽ നിന്ന് ഇറങ്ങി. എനിക്ക് അങ്ങനെ ഒരു വിടുതൽ വേണ്ട. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഒരു സ്ഥലത്ത് നമ്മൾ ഉറപ്പിക്കത്തില്ല. അപ്പൊ നമ്മുടെ മേലുള്ള വിളി നമ്മളെക്കാളും കൂടുതൽ മനസ്സിലാവുന്ന പിശാചിന് തന്നെയാണ്. നമ്മളപ്പോ കർത്താവിനോട് കൂടി ഇരിക്കുമ്പോൾ നമ്മൾ ദൈവശബ്ദം കേൾക്കും. നമുക്ക് വേറെ ഒന്നും വേണ്ട, നമുക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പോ എനിക്ക് റാണി പാസ്റ്റർ ഞാൻ ഈ കാണാൻ 2023 പാസ്റ്റർ ഞാൻ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ മോള് തന്നെ കൂടുതലും പാസ്റ്റർ സംസാരിച്ചുള്ളത് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാൻ കർത്താവ് ചെയ്യിക്കാത്ത ഒരു ജോലി പാസ്റ്റർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ മോള് തന്നെ പറയുന്നുണ്ട്, ഈ പാസ്റ്റർമാരെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നേരത്ത് അവർക്ക് ദൈവസന്നിധിയിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടത്തില്ലേന്ന്. പക്ഷെ അത് പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടും. അപ്പൊ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആഗ്രഹം നടക്കത്തില്ല. അപ്പോ ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, പാസ്റ്റർ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീ അവർക്ക് തന്നെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അറിയാവുന്നതുള്ളൂ. ഇപ്പൊ പാസ്റ്റർ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പാസ്റ്റർ ജീവിതം തന്നെ ശരിക്കും എല്ലാവരുടെ മുമ്പിൽ എടുത്തു കാണിച്ചിട്ടാണ് പാസ്റ്റർ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോ പാസ്റ്റർക്ക് ഇപ്പൊ ഈ ലോകപരമായിട്ട് ജീവിക്കണമെങ്കിൽ പാസ്റ്റർക്ക് ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ട് ഒന്നും നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അത് മനുഷ്യർക്ക് ചിന്തിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കർത്താവ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. എല്ലാവരും കർത്താവിന് വേണ്ടി നിന്നില്ല. യഹൂദേനെ നോക്കിയാൽ മതി, അല്ല യൂദാസിനെ നോക്കിയാൽ മതി. യൂദാസ് തള്ളിക്കളഞ്ഞു പോയി. അതുപോലെ കർത്താവ് പറയുന്ന തെരഞ്ഞെടുക്കുന്ന എല്ലാവരും കർത്താവിന് വേണ്ടി നിൽക്കുന്നൊന്നുമില്ല. അപ്പോ എനിക്ക് പറയാനുള്ളത്, പാസ്റ്ററെ വ്യക്തമായിട്ടും എനിക്ക് ഈ 2025 ദൈവം തന്ന ദർശനമാണ്. ഈ ദർശനമെല്ലാം നമുക്ക് നമ്മളോട് ദൈവം സംസാരിക്കും. നമ്മൾ ദൈവത്തിനോട് കൂടി ഇരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കും. എന്നോട് കർത്താവ് 2025 പറഞ്ഞതാണ്. പാസ്റ്റർ അന്ന് സൂം മീറ്റിംഗ് നടത്തിയ സമയത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് എനിക്ക് ദൈവം ഇത് വെളിപ്പെടുത്തി തന്നു. ഒരു മിഡ് നൈറ്റ് പ്രയർ കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് ചെയ്യുന്നത് ഒരു ലേഡി പാസ്റ്ററാണ്. അപ്പോ ഞാൻ ഇപ്പൊ ഇത് പറയുവാണ്, അതൊരു ലേഡി പാസ്റ്ററാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് അന്ന് എനിക്ക് ദൈവം തന്നു. കേരളത്തിൽ ഒരു മിഡ് നൈറ്റ് പ്രയർ നടക്കും. അത് റാണി പാസ്റ്റർ വായിലൂടെ വന്നതാണ്. ഒരു മിഡ് നൈറ്റ് പ്രയർ നടക്കും. പാസ്റ്റർ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർക്കണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് ചെയ്യും, കർത്താവ് ചെയ്യും. അതൊരു ലേഡി പാസ്റ്ററെ കൊണ്ടാണ് ചെയ്യിക്കണേ. അപ്പോ ലേഡികൾക്ക് ശുശ്രൂഷയില്ല എന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ഞാൻ ഈ പാസ്റ്ററോട് ഒരു കാര്യം കൂടി പറയാണ്. കർത്താവ് എനിക്ക് തന്ന ഒരു ദർശനം കൂടിയുണ്ട്. അതും ഈ 2025 സെപ്റ്റംബറിലാണ്. ഒത്തിരി കാര്യങ്ങൾ ദൈവം സംസാരിച്ച മാസമായിരുന്നു 2025 സെപ്റ്റംബർ. എന്നെ കർത്താവ് കാണിക്കുന്ന വിഷയം എങ്ങനെയാണ്, അത് സ്വർഗത്തിൽ നിന്നൊരു ദൂതുണ്ട്. അത് സ്ത്രീക്കാണെന്ന് എന്നോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ദൂതുണ്ട്. ആ സ്ത്രീ എങ്ങനെയാ ദൂത് പിടിക്കുന്നതെന്ന് വെച്ചാൽ എന്നെ കാണിക്കുന്നത് വളരെ ഹൈറ്റ് ഉള്ള ഒരു മരം കാണിക്കുക. എന്നിട്ട് ഈ ലേഡി പറയുവാണ്, ഇത് ഭൂമിയിൽ നിന്ന് പിടിച്ചാൽ ശരിയാവത്തില്ല. ആ ലേഡി എങ്ങനെയാ ദൂത് പിടിക്കുന്നതെന്നറിയോ? ആ കാലുകൾ വേഗം ചാടി ആ 2 കാലുകളും ആ മരത്തിലേട്ട് ലോക്ക് ചെയ്യും. ഇടത്തെ കൈ കൊണ്ട് മരത്തിൽ ഇതിങ്ങനെ പിടിക്കും, വലത്തെ കൈ കൊണ്ട് സ്വർഗത്തിൽ ദൂത് പിടിക്കും. ഇതെന്നോട് കർത്താവ് പറഞ്ഞത് സ്ത്രീക്കാണ് സ്വർഗത്തിൽ നിന്ന് ദൂത്. അപ്പോ പാസ്റ്റർ ശക്തമായിട്ട് ഇതിപ്പോ ഇങ്ങനെ ഇപ്പോ തന്നെ പറയണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് അനുവദിക്കാതെ കർത്താവിന്റെ വേല കർത്താവ് ചെയ്യിക്കും. അതിപ്പോ ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല, കർത്താവിന്റെ. ഇപ്പൊ നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളും അന്ത്യകാലത്ത് ആ കർത്താവിന്റെ ആ ക്രൂശ് മരണ സമയത്ത് കരഞ്ഞ സ്ത്രീകളോട് കർത്താവ് പറഞ്ഞത്, കർത്താവിന്റെ ആ അവസാന സമയങ്ങളിൽ ആ കെട്ടപ്പെട്ട കഴുതയെ അഴിച്ചുകൊണ്ടുവരാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ യോവേലിന്റെ പുസ്തകത്തിൽ പറയുന്ന അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. കർത്താവിന്റെ സമയം ഇത്. കർത്താവ് അത് ആ കെട്ടപ്പെട്ട കഴുതയെ അയക്കാൻ. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ച് കാണാവുന്നുള്ളൂ. കെട്ടപ്പെട്ട കഴുതയെ അഴിച്ചു കൊണ്ടുവരാനാ പറഞ്ഞേക്കണേ. അഴിച്ചു കൊണ്ടുവരാനാ, വേറെ ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല.
കൊണ്ടുവരാനാ പറഞ്ഞത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് കർത്താവ് തന്ന ഒരു ദർശനം, അത് ഞാൻ പാസ്റ്ററോട് ഷെയർ ചെയ്ത്, അത് ഇപ്പൊ ഒന്നുകൂടി ഞാൻ പറയുക, ആണുങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ട് അങ്ങനെ കർത്താവ് പറഞ്ഞു? ആണുങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതിന് വിട്ടുകളഞ്ഞു പക്ഷേ ആണുങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അതെനിക്ക് തോന്നിയതായിരിക്കുമെന്ന്. അപ്പൊ ഞാൻ രാത്രി കടന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ അത് അങ്ങ് സംസാരിച്ചാണെങ്കിൽ ഒന്നും കൂടി എനിക്ക് അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെയാണ്. എന്നെ അന്ന് കർത്താവ് കാണിക്കുന്നത് കരഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ, കരഞ്ഞ് നല്ല കരയുവര്, അവിടെ കണ്ണില് കണ്ണുനീരിങ്ങനെ ഒഴുകുക, എന്നിട്ട് കണ്ണ് തുടയ്ക്കാൻ, ആ കണ്ണുനീര് തുടയ്ക്കാൻ ഒരു കോട്ടൺ ചോദിക്കുന്നതായിട്ട് കണ്ടേ. ഈ ഈ പറയുന്ന പുരുഷന്മാർക്ക് കണ്ണുനീര് തുടയ്ക്കാൻ, ഒരു സ്ത്രീയുടെ കണ്ണുനീര് തുടയ്ക്കാൻ പറ്റത്തില്ല. ഇന്ന് അവർ ചെയ്യുന്നത് തുടയ്ക്കാനല്ല, അവരെ തുടച്ച് മാറ്റാനാണ് നോക്കുന്നത്. അപ്പൊ കർത്താവ് പറയാം ആണുങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല വെച്ചിട്ടുണ്ടെങ്കിൽ പലവരും. അപ്പൊ ഞാനും പല അവസ്ഥയിലൂടെ ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു എല്ലാ അവസ്ഥയിലൂടെയും ഞാൻ കടന്നു വന്നതാ. അപ്പോഴും എനിക്ക് മനസ്സിലായി ഇത് ഈ കർത്താവിൽ നിൽക്കുക എന്ന് പറഞ്ഞുള്ള ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. ഞാനിപ്പോ എന്റെ കുടുംബം മൊത്തം വിശ്വാസത്തിലുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. എന്റെ കൂടെ ഇരിക്കാനോ പ്രാർത്ഥിക്കാനോ ആരുമില്ല. ഞാൻ എന്റെ എല്ലാ ജോലികളും തീർത്തിട്ട് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കും. എനിക്ക് ഒരു ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നില്ല എനിക്ക് ഒറ്റ സന്തോഷവും കിട്ടത്തില്ല. ഞാൻ ഒന്നല്ലെങ്കിൽ വചനമെങ്കിലും ഞാൻ വായിച്ചിരിക്കും. വചനം വായിക്കൂ. ഞാൻ അടുക്കളയിലാണെങ്കിൽ ഞാൻ അന്യഭാഷ പറഞ്ഞിട്ട് എനിക്ക് ഉള്ള ഭാഷ എന്താണോ ആ അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കർത്താവിന് സ്ത്രീകളെ അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അന്ത്യകാലത്ത്, അതായത് ആ കർത്താവിന്റെ സമയങ്ങളിലാണ് കെട്ടപ്പെട്ട കഴുതയെ അവസാന സമയങ്ങളിലാണ് കർത്താവ് അഴിച്ചുകൊണ്ടുവരാൻ പറഞ്ഞതെങ്കിൽ ഇത് കർത്താവിന്റെ സമയം ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയം. കർത്താവിന് അനേകരെ ഇതുപോലെ, അപ്പോ ഇപ്പൊ ജോയ്സി സിസ്റ്റർ പറഞ്ഞതുപോലെ കെട്ടപ്പെട്ട, അപ്പൊ ഞാനും ഇങ്ങനെ ചോദിച്ചു, കെട്ടപ്പെട്ട അമ്മ കഴുതയുടെ കൂടെ കുട്ടിയെ അഴിച്ചുകൊണ്ട് വരാനാ പറഞ്ഞത്. നമ്മൾ കർത്താവിന്റെ സന്നിധിയിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് പോലെ ആർക്കും സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകതാണ്. അതുപോലെ ഇന്ന് പ്രാർത്ഥിക്കാൻ ആർക്കും പറ്റത്തില്ല സിസ്റ്ററെ, അല്ലെങ്കിൽ പാസ്റ്ററെ സ്ത്രീകൾ ഇരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പോലെ കർത്താവിന് അതാ വേണ്ടത്. അപ്പോ ഞാൻ ഇന്ന് ഇപ്പൊ ഈ പാസ്റ്റർ സമയം വരുമോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ ഒരു കാര്യം കൂടി എന്റെ ചിന്തയിലോട്ട് വന്നു. ഒന്ന് ഓർത്തു നോക്ക്, കഴുതയുടെ പുറത്താണ് കഴുതയുടെ പുറത്ത് കർത്താവിനെ ചുമന്നു കൊണ്ടുവരിക. അപ്പൊ ഞാൻ എന്റെ ചിന്തയിലോട്ട് ഒരു കാര്യം കൂടി വന്ന്, ആ കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ മറിയ ഭയങ്കര സങ്കടത്തോടെ ആ കല്ലറയ്ക്ക് മുമ്പിൽ ചെന്ന് നിന്നിട്ട് കർത്താവിനെ എനിക്ക് ആ കർത്താവിനെ തരുമോ, ഞാൻ എടുത്തുകൊണ്ട് പൊക്കോളാന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ മറിയ അങ്ങനെ പറയണമെങ്കിൽ നമുക്കറിയാം ജീവനോട് ഇരിക്കുന്ന ഒരാൾക്ക് സ്വയം പൊക്കാൻ പറ്റത്തില്ല, ഒരു സ്ത്രീക്ക് പൊക്കാൻ പറ്റത്തില്ല. പക്ഷെ അവള് പറയുവാണ് ആ കർത്താവിനെ തരുവാണെങ്കിൽ ഞാൻ ചുമന്നുകൊണ്ട് പൊക്കോളാന്ന്. അതൊക്കെയാണ് കർത്താവിനെ ഞാൻ ചുമന്നു. ഞാൻ ഇപ്പോ ഈ പാസ്റ്റർ എന്നോട് വന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ ഉള്ളിലോട്ട് ഞാൻ അപ്പൊ അത് നോക്കി, അവള് പറയാണ് കർത്താവിനെ എനിക്ക് തരുവാണെങ്കിൽ ഞാൻ ചുമന്നുകൊണ്ട് പൊക്കോളാന്ന്. അപ്പൊ കർത്താവിനെ ചുമക്കാൻ ആരാണോ കർത്താവിനെ ചുമക്കേണ്ടവരെയാണ് കർത്താവിന് വേണ്ടത്. അല്ലാണ്ട് കർത്താവിന്റെ നാമത്തില് ഈ എന്തുവാ പറയാ, ഇന്ന് കർത്താവിന്റെ നാമത്തില് ശുശ്രൂഷ ചെയ്യുന്നെന്ന് എല്ലാവരും പറയും. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഓരോ ഇതിൽ വരുമ്പോൾ ഇവരാരുടെ നാമത്തിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. പലരും പറയും കർത്താവിന് മഹത്വമൊന്നുമില്ല, എല്ലാവരും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ആർക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്നെന്ന് അവർക്ക് തന്നെ ഒരു ബോധമില്ല. അവിടെ സ്ത്രീകളെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഞാൻ ഉറപ്പായിട്ടും പറയും, പാസ്റ്റർ വെറുതെ ഒന്നും ദൈവം നിർത്തിയതല്ല. പാസ്റ്റർ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിലേ ബാക്കിയുള്ളവരെ ഈ ധൈര്യപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പാസ്റ്റർ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ ഈ ചെറിയ സാക്ഷ്യം ഇങ്ങനെ പറയാൻ, എനിക്ക് ഇത്രയൊന്നും ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചതല്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹാലലുയ. ഒരു സ്ത്രീ എഴുന്നേറ്റാൽ, ഹാലലുയ, ആമേ, ഒരു സ്ത്രീ എഴുന്നേറ്റാൽ, ഒരു കഴുതയെ അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം അനേക സഹോദരിമാർ ഈ ദിവസങ്ങൾ എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ. അതിനായി ബിന്ദുവിനെയും കണ്ടതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. നമ്മളോട് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മളോട് ചോദിക്കുന്ന ഇതാണ്, മനുഷ്യൻ എങ്ങനെ എന്നെ കണ്ടു എന്നല്ല, ക്രിസ്തു എന്നെ എങ്ങനെ കണ്ടു എന്നതാണ് പ്രധാനം. ഹാലലുയ. മനുഷ്യര് പല രീതിയിൽ നമ്മളെ കാണും, പക്ഷെ കർത്താവ്, മനുഷ്യരുടെ ലുക്ക്, മനുഷ്യരുടെ പ്രശ്നം ഒരാള് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ ഒടിച്ചിടാമെന്നാണ്. അത് അവസാനം വരെ ഉണ്ടായിരിക്കും.
പക്ഷെ അതിനെ നമ്മൾ ജയിക്കണം. ലോകത്തെയും ജഡത്തെയും പിശാചിനെയും നമ്മൾ ജയിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. വചനത്തിൽ പറയുന്നു, നമ്മള് യേശു കർത്താവിനെ നോക്കുമ്പോൾ ലൂക്കോസ് 14 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ വഴിയുമുണ്ട്, ക്രിസ്തുവിന്റെ വഴിയുമുണ്ട്. ആമേ. നീ ക്ഷണിക്കപ്പെട്ടാൽ പോയി ഒടുവിലത്തെ സ്ഥാനത്ത് ഇരിക്കാനാ പറഞ്ഞത്. നിന്നെ ക്ഷണിച്ചാൽ ക്ഷണിച്ചവൻ വന്ന് നിന്നോട് മുന്നോട്ട് വന്ന് കയറിയിരിക്കാൻ പറയണം. ഹല്ലേലൂയ. നമ്മൾ സ്ഥാനം പിടിച്ചെടുക്കാനല്ല, താഴ്മയോടെ നടക്കുക. അതുകൊണ്ടാണ് യേശു കാല് കഴുകിയത് ശിഷ്യന്മാരുടെ. അതൊരു കാണിച്ചു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ കാല് പോയി കഴുകാനല്ല, നീ എത്രമാത്രം അവരോടൊപ്പം അനുരൂപമാകണം. യേശു കർത്താവിനെ പിടിക്കാൻ വന്നപ്പോൾ പടയാളികള് യേശു ആരാണെന്ന് അവർക്ക് അന്വേഷിക്കേണ്ടി വന്നു. കാരണം ഒരു വ്യത്യസ്തതയില്ല യേശുവിന്. യേശു നല്ല മാതൃക കാണിച്ചുവെങ്കിൽ എവിടെയാണ് നമ്മുടെ ദേവദാസന്മാർക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആത്മഭാരമുള്ള ചില വ്യക്തികളെ, അത് സ്ത്രീ എന്നില്ല പുരുഷനെന്നില്ല, ഹല്ലേലൂയ, അവരെ ഓരോരുത്തരെയും ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് ആരും വിഷമിച്ചിട്ട് കാര്യമില്ല. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, നിർണയപ്രകാരം വിളിക്കപ്പെടുമ്പോൾ, മനുഷ്യന്റെ സ്ഥാനത്തേക്കാൾ ക്രിസ്തുവിന്റെ സ്ഥാനമാണ് പ്രധാനം. ഹല്ലേലൂയ. നമ്മൾ മുന്നിലിരിക്കാനായിരിക്കും ശ്രമിക്കുന്നത്, പക്ഷെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കാൻ അവനൊന്ന് സ്ഥലം കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 1 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇപ്പോൾ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നു. ഞാൻ ഇപ്പോൾ മനുഷ്യരെയാണോ, മോള് പറഞ്ഞല്ലോ, മുഖത്തെ നോക്കുന്നു, കാര്യങ്ങളെ നമ്മുടെ വ്യക്തിപരമായി നമ്മളെ നോക്കിയിട്ടാണല്ലോ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവോ അതോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുവോ? ആമേൻ. സോ ദൈവം നമ്മളോട് ചോദിക്കും, യാക്കോബ് 2:1 പറയുന്നു, നമ്മുടെ മഹത്വമുള്ള കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. സ്ഥാനമല്ല, ഹൃദയമാണ് ദൈവം നോക്കുന്നത്. ഇന്ന് എത്ര വലിയ ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ദൈവം നോക്കുന്നത് നീ അവൈലബിൾ ആണോ, നീ എന്റെ ക്രൂശ് ചുമക്കാൻ റെഡിയാണോ, ദേവദാരുവിനെ പോലെ നീ നിൽക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. ഇപ്പോഴ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷാർജയില് ഒരു പാസ്റ്ററിന്റെ വൈഫാണ് എന്നെ വിളിക്കാൻ ഇടയായി. അവര് സംസാരിച്ചു വന്നപ്പോഴേ അവരെന്നെ ഒത്തിരി ശാസിച്ചു. ഞാൻ പാസ്റ്ററാണെന്ന് പറഞ്ഞപ്പോഴേ ഒത്തിരി എന്നെ വേണ്ടാത്തതൊക്കെ പറഞ്ഞു. എന്നിട്ട് എനിക്ക് എന്റെ നമ്പർ കൊടുത്ത് അവരെയും വിളിച്ചു ഒത്തിരി ഡോസ് കൊടുത്തു. അവരെ എന്നേക്കുമായി ബ്ലോക്ക് ചെയ്യിച്ചു. എന്നിട്ട് അവര് പറഞ്ഞ ഒറ്റ കാര്യമാണ്, എന്റെ ബന്ധത്തിലുള്ള ആരോ മറ്റൊരു രാജ്യത്തിലുണ്ട്, അവിടെ ആ കുഞ്ഞ് പാസ്റ്ററായി, പക്ഷെ അവൾ ഒരിക്കലും സ്നാനം കൊടുക്കത്തില്ല, അവൾ ഒരിക്കലും കയ്യൊപ്പ് ശുശ്രൂഷ ചെയ്യത്തില്ല, അവൾ ഒരിക്കലും മറ്റൊന്നും ചെയ്യത്തില്ല, അവൾ ജസ്റ്റ് മെസ്സേജ് കൊടുക്കാനും ചർച്ച് ലീഡ് ചെയ്യാനും മാത്രമായിട്ടാണ്, സ്ത്രീയെ ദൈവം അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. ഞാനൊന്നും മിണ്ടിയില്ല. സ്തോത്രം. അപ്പോഴ് മർക്കോസ് സുവിശേഷം 9 അധ്യായത്തിന്റെ 35 വാക്യത്തിൽ പറയുന്നു, ആരെങ്കിലും ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ എല്ലാവരിലും ഒടുവിലത്തനാവട്ടെ. ആമേ. ശുശ്രൂഷക്കാരനാകട്ടെ എന്നാണ്. എത്ര പേരിന്ന് ശുശ്രൂഷക്കാരാകുന്നുണ്ട്? നമ്മൾ ബ്ലേസർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ബിന്ദു കോട്ടയം മീറ്റിങ്ങിന് വന്നല്ലോ. സ്തോത്രം. ഞാൻ എല്ലാവരെ പോലെ ഒരാളെ പോലെയാണ്. എല്ലാവർക്കും ഞാൻ വിളമ്പി കൊടുക്കും, എല്ലാവരുടെയും കൂടെ നടക്കും. കർത്താവെ എനിക്ക് സ്ഥാനം തരണമേ എന്നല്ല നമ്മൾ പുലമ്പിക്കൊണ്ട് നടക്കേണ്ടത്, എനിക്ക് താഴ്മയുള്ളൊരു ഹൃദയം തരണമേ എന്ന് നമ്മൾ പറയണം. പ്രൈസ് ദി ലോർഡ്. ആമേ. സോ ഇനി ഞാൻ പറയാനുള്ളത്, പാസ്റ്റേഴ്സിന്റെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മൾ കാണും. അതൊന്നും നമ്മൾ എന്താ പറയാ, അതൊന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേ. സോ നിരാശപ്പെട്ട് എന്നെ കേൾക്കുന്ന ആരും നിങ്ങൾ ഇതുപോലെയൊക്കെ പോകുന്നെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് ഒരു പുതിയ വഴി പറഞ്ഞു തരും. കാരണം ചത്തെടുത്തിരുന്നിട്ട് കാര്യമില്ല. ജീവനുള്ളവരുടെ ദേശത്താണ് യഹോവയുടെ നന്മയെ കാണുന്നത്. ഹല്ലേലൂയ. സോ സഭയിലെ മനുഷ്യരാരും ക്രിസ്തു അല്ല. ആമേ. ക്രിസ്തുവിന്റെ കാൽച്ചൂട് വെക്കാനാണ് കർത്താവ് പറഞ്ഞത്. മനുഷ്യര് തെറ്റിപ്പോകാം, നേതാക്കന്മാർ തെറ്റിപ്പോകാം, ദൈവദാസന്മാർ തെറ്റിപ്പോകാം, പക്ഷെ ദൈവത്തിനൊരു തെറ്റും പറ്റത്തില്ല. കൊളോസ്യ ലേഖനം 3:17 പറയുന്നത്, വാക്കിനാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും എല്ലാം കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്യാനാണ്. അപ്പോൾ ഓരോ ശുശ്രൂഷക്കാരോടും ഇന്ന് പറയാനുള്ളത്, യേശുവേ വേണ്ടി തന്നെയാണോ നമ്മൾ നിൽക്കുന്നത്, അതോ മനുഷ്യരൊക്കെ? അപ്പം ദൈവം ചിലരിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ അതൊന്നും അവരിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചതുപോലുള്ള ദൈവം ആഗ്രഹിച്ചതൊന്നും അവരിൽ നിന്ന് ലഭിക്കാതെ വന്നപ്പോഴാണ് ദൈവം അടുത്തൊരു കൂട്ടത്തെ ദൈവം കണ്ടിരിക്കുന്നത്. കഴുതകളെന്ന് പറയാം.
അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ യെരമ്യാ പ്രവചനത്തിൽ അങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ടല്ലോ. ഉം. ഇപ്പൊ കണ്ടില്ല. എന്റെ ഹൃദയപ്രകാരമുള്ള ഇടയന്മാരെ ഞാൻ ആക്കുമെന്നും അവർ നിങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും പറഞ്ഞു തരുമെന്ന്, അങ്ങനെ ഒരു വാക്യമുണ്ട്. അപ്പം ആ ഒരു ടൈം ആണെന്നാണ് ഞാനിപ്പോ വിശ്വസിക്കുന്നത്. കാരണം മുമ്പേ പറഞ്ഞതുപോലെ പിന്നെ ചില ഇടങ്ങളിലൊക്കെ ചില കാര്യങ്ങളും ചില ഇടങ്ങളിലൊക്കെ സ്ത്രീകൾ തന്നെ ചെന്നേലേ പറ്റത്തുള്ളൂ. ചില പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളും പുരുഷന്മാർക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്. അവിടേക്കൊക്കെ ഇനിയിപ്പൊ സ്ത്രീകളെ ദൈവം അയക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവം അങ്ങനെ ഒരു വേർതിരിവ് ദൈവം കാണുന്നില്ല. സ്ത്രീയും പുരുഷനും എല്ലാം, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല, പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല. നമ്മൾ കൊരിന്ത്യൻസിൽ വായിക്കുന്നത് പോലെ കർത്താവിന് വേർതിരിവില്ല. പക്ഷെങ്കില് ദൈവം ഇടയന്മാരായിട്ടും അങ്ങനെ ചിലർ ചെയ്യാനായിട്ട്, ശുശ്രൂഷയായിട്ട്, പുരോഹിത വർഗമായിട്ട് ചിലരെ ദൈവം തെരഞ്ഞെടുത്ത് വെച്ചിരുന്നു. അപ്പം ചിലത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ചിലരിൽ നിന്നും ദൈവം പ്രതീക്ഷിച്ച പോലുള്ള ദൈവം കാണാതെ വന്നപ്പോൾ, ഇപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ മനുഷ്യരെല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടിയും മനുഷ്യരിൽ നിന്നുള്ള അംഗീകാരത്തിന് വേണ്ടിയും ചില പൊസിഷന് വേണ്ടിയും ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ നടക്കുന്ന അതേപോലെ തന്നെ ആത്മീയഗോളത്തിൽ നിന്ന് നടക്കുന്ന പല കാര്യങ്ങളും. അപ്പം അതിനോട് ഇപ്പം ജനങ്ങൾക്ക് അതൊന്നും ഉൾക്കൊള്ളാനും അതിനോട് ഒത്തുപോകാനും പറ്റാത്തൊരു സ്റ്റേജിലേക്ക് മനുഷ്യര് ഒരു കുഴഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഇപ്പം. അപ്പോഴാണ് ദൈവം ചിലരെയൊക്കെ ഇതുപോലെ കെട്ടപ്പെട്ട കഴുതകളെ ദൈവം അവരോട് നേരിട്ട് സംസാരിച്ച് ദൈവം ഇടപെട്ട് അവരുടെ ഉള്ളിൽ ഒരു ആത്മഭാരവും ഞരക്കവും കൊടുത്താണ് അങ്ങനെയുള്ളവരെ ദൈവ ദിവസങ്ങൾ എഴുന്നേൽപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവ്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു കാലത്തേക്കല്ലോ നിന്നെ ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. എസ്തറിനോട് മൊർദെഖായി പറഞ്ഞതുപോലെ ഒരു പക്ഷേ റാണി പാസ്റ്ററെ 10-17 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അതിനായിട്ടായിരിക്കും ദൈവം അവിടെ എങ്ങനെ ഒരുക്കി കൊണ്ടുവന്നത്, ഇങ്ങനെ ഒരു കൂട്ടത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പൊ മുമ്പേ പറഞ്ഞ പോലെ ഒരു കഴുതയുടെ കെട്ടഴിക്കാൻ ഒരാൾ വേണമല്ലോ. കർത്താവ് ശിഷ്യന്മാരോട് പോയി കെട്ടപ്പെട്ടനെ അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ പോകാൻ ഒരാൾ വേണം, അതിനെ അഴിക്കാൻ ഒരാൾ വേണം. അപ്പൊ അങ്ങനെ ഒരാളെയാണ് ദൈവം ഉയർത്തിയത്. അതിനുവേണ്ടി ദൈവം വർഷങ്ങൾക്ക് മുമ്പേ ദൈവം അതിനുവേണ്ടി ഒരുക്കി കൊണ്ടുവന്നു എന്നുള്ളതാ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്ററെ ദൈവം ഒരിക്കലും ഇങ്ങനെയുള്ള കോൺഗ്രിഗേഷനോ ഇങ്ങനെ ഒരു കൂട്ടായ്മയോട് ഒന്നും ദൈവം ടച്ച് ചെയ്യിപ്പിക്കാതെ, കണക്ട് ചെയ്യിപ്പിക്കാതെ ദൈവം തന്നെ നേരിട്ട് വളർത്തിയെടുത്ത ഒരു വ്യക്തിയാ പുള്ളിക്കാരി. അതുകൊണ്ടാണ് പാസ്റ്റർക്ക് എല്ലാ രീതിയിലുള്ള ട്രെയിനിങ് ദൈവം കൊടുത്തിട്ടാണ് നമ്മളെ പോലുള്ള അല്ലെ ഇങ്ങനെയുള്ളവരെ ചിലരെ ദൈവം കൊണ്ടുവരാനുള്ള പക്വതയും കൃപയും ജ്ഞാനവും ബുദ്ധിയൊക്കെ ദൈവം കൊടുത്ത് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഏത് കോൺസിക്വൻസിനെ ഫേസ് ചെയ്യാനുള്ള കൃപയും ദൈവം കൊടുത്താണ് ഇറക്കുന്നത്. അപ്പം ദൈവം മുമ്പേ പറഞ്ഞതുപോലെ ആ ഒരു പാറ്റേണിൽ നമ്മളെ കൊണ്ടുപോകാനും വളർത്താനുള്ള എല്ലാ കൃപയും കൊടുത്ത് നമ്മുടെ ഇടയിലേക്ക് കർത്താവിന്റെ ദാസ്യ ദൈവം അയച്ചിരിക്കുകയാണ്. അപ്പൊ അതാണ് പറഞ്ഞ ഈ ഒരു എൻ ടൈം, മുമ്പ് സിസ്റ്റർ പറഞ്ഞതുപോലെ എൻ ടൈമിലുള്ള ചില കാര്യങ്ങളുണ്ട്. ആ എൻ ടൈമിലുള്ള കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു പക്ഷെ നമുക്ക് ഈ പറഞ്ഞ കോൺഗ്രിഗേഷൻസോ ആ ഒരു മുൻനിരയിൽ നിൽക്കുന്നവർക്കൊക്കെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് ഒത്തിരി കാറ്റും കോളും കുത്തും വേദനയും എല്ലാം ഉണ്ടാവും. പക്ഷെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ ഈറ്റുനോവിന്റെ ആരംഭം എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്ത്രീക്ക് ഗർഭിണിയായ ഒരു സ്ത്രീക്ക് പ്രസവവേദന വന്നു കഴിഞ്ഞാൽ ആ പ്രസവവേദനയുടെ ആ ഒരു എക്സ്ട്രീം സ്റ്റേജ് വരുന്നെന്ന് പറയുന്ന പോലെ ആ എക്സ്ട്രീം സ്റ്റേജ് വരുന്നത് ഒരിക്കലും തിന്മയ്ക്കല്ല, ഒരു ഡെലിവറി ഉണ്ട്, ഒരു ഡെലിവറിക്ക് വേണ്ടിയുള്ള നോവായത്. അപ്പൊ ചിലതൊക്കെ ഇനി ഡെലിവർ ആവാൻ പോവാ ഈ ദിവസങ്ങള്. അതിനുവേണ്ടിയാണ് ദൈവം ഇങ്ങനെ ലോകത്തിനെമ്പാടും പല ഇടങ്ങളിലും ചിലപ്പം നമ്മുടെ അംഗസംഖ്യയിലൊന്നും അല്ല ദൈവം നോക്കുന്നത്, മെജോറിറ്റി അല്ല, ചിലപ്പോൾ മൈനോറിറ്റി ആയിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഐക്യതയിൽ ആ ദൈവം ഐക്യതയോടായി ഒരു വണ്ണസിൽ വരുമ്പം ദൈവം ആൾബലത്തിലൊന്നും അല്ല ദൈവം നോക്കുന്നത്. ഇപ്പം ഗിദ്യോനോട് ദൈവം ഇപ്പൊ യുദ്ധത്തിന് പോകാൻ പറഞ്ഞപ്പോ 10-15 പേരെയും കൊണ്ട് ഇറങ്ങിയത് അല്ലേ. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞേ, ഇത്രയും പേരും കൊണ്ട് പോയാലും മഹത്വം നിങ്ങൾ മുഴുവൻ എടുക്കുക, അതുകൊണ്ട് ഇങ്ങനെ പറ്റത്തില്ല, ഇതിനെ കട്ട് ഡൗൺ ചെയ്തിട്ട്. അങ്ങനെ ദൈവം കട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ആറ്റിനരിയെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. അതിന് വീണ്ടും വെറും 300 പേരെ എടുത്തോണ്ട് ദൈവം കൊണ്ടുവന്ന് യുദ്ധം ചെയ്യാനായിട്ട്. അങ്ങനെ അവിടെ ദൈവത്തിന് മഹത്വം വെളിപ്പെടും. അപ്പം ഇതൊന്നും മെജോറിറ്റിയിലൊന്നും അല്ല കാര്യങ്ങള്. അപ്പം ദൈവം ചില ആത്മഭാരമുള്ള കൊടുത്ത് ദൈവം ചിലതിനൊക്കെ എണ്ണിപ്പിക്കുന്നുണ്ട്. അതിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒരിക്കലും ഒരു ഭംഗം വരുത്തത്തില്ല. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കത്തുള്ളത് ആ വാഗ്ദത്തം ദൈവം നിറവേറ്റും. അതിനായി സ്തോത്രം ചെയ്യുന്നു.
ആമേൻ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ദൈവം തന്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ ഈ കഴുകനെ പോലെ ഉപമിക്കുന്നത് കൊണ്ടാണ് ജോസി പാസ്റ്റർ എപ്പോഴും പറയുന്നത് പോലെ യെശയ്യാവിന്റെ പുസ്തകം 40:31 പറയുന്ന പോലെ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുന്നു. എത്ര പേര് യഹോവയ്ക്ക് വേണ്ടി ഇന്ന് കാത്തിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇപ്പൊ തന്നെ നമ്മൾ ഈ റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് കോള് വന്നു. സ്തോത്രം, മോളുടെ എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, വിശ്വാസിയാണോ? അതെ, വിശ്വാസി. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല? സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. തീർച്ചയായിട്ടും അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും. അപ്പൻ എന്ത് സന്തോഷമായിരിക്കും മക്കൾ പ്രാർത്ഥിക്കുമ്പോഴേ. ഹല്ലേലൂയ. ഇങ്ങനെ ഇരിക്കുകയാണ്, സൂമും തുറന്ന് വെള്ളയോട് പോയിട്ട് ചവിട്ടി തേച്ച് കുറെ എണ്ണം ഇങ്ങനെ വിളിക്ക്, ഞാൻ പ്രാർത്ഥിക്കാം. ജാതികളുടെ ഇടയിലേക്ക് നീ ഇറങ്ങ്, ഇതും പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ദൈവസഭയ്ക്കകത്ത് നീ ഞാൻ പ്രാർത്ഥിക്കാന്നല്ല, നീ പ്രാർത്ഥിക്കണമെന്ന് പറയണം. നിന്റെ ദൈവത്തോട് നീ നിലവിളിക്കണം. ലോകത്തിന് വേണ്ടി നീ ഇടിവിൽ നിൽക്കണം. നീ ശിഷ്യനാകണം. ഹല്ലേലൂയ. വളർച്ചയുണ്ടാകണം, ഫലമുണ്ടാകണം. ഇതിനെയൊക്കെ മുരടിപ്പിക്കുന്നവനെയൊക്കെയും ദൈവം കണ്ടിട്ടുണ്ട്. ഉയർന്നതിനെ താഴ്ത്തി, താഴുന്നതിനെ ഉയർത്തുന്നൊരു ഈ ദിവസങ്ങളിൽ സഹോദരിമാരെല്ലാം വലിയ പ്രോസിക്യൂഷനിലൂടെ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങ് ഇങ്ങ് തുടങ്ങി അങ്ങ് വരെയുമുള്ള ദൈവസഭകളിലെ ദൈവദാസന്മാർ ഇളകിയിരിക്കുകയാണ്. ആർക്കും മുൻപിലോട്ട് വരാൻ പറ്റുന്നില്ല. സഹോദരിമാരെ അഴിച്ചുവിട്ട് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം തന്നിട്ടാണ് കർത്താവ് നാട്ടിലേക്ക് വിട്ടത്. സ്തോത്രം. ഹല്ലേലൂയ. സോ നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. കാരണം അവരും വിളിക്കുന്നത് ദൈവത്തെ ആയിരിക്കും, നമ്മളെ അയച്ചതും ദൈവം തന്നെയാണ്. സ്തോത്രം. അപ്പോൾ നമ്മൾ അവനോട് പറ്റിയിരിക്കുമ്പോൾ അവൻ നമ്മെ വിടുവിക്കും. അവന്റെ നാമത്തെ അറിയാൽ അവൻ നമ്മളെ ഉയർത്തും. ഏത് ഉയർത്തലാ? ഈ ലോകം കാണുന്ന ഉയർത്തലല്ല. സ്തോത്രം. അവന്റെ പ്രവർത്തിക്കായി, ദുഷ്ടന്റെ പ്രവർത്തികളെ അഴിക്കുവാൻ ഹല്ലേലൂയ അനേക ലുദിയകൾ എഴുന്നേൽക്കട്ടെ, അനേക പ്രിസ്കില്ലകൾ എഴുന്നേൽക്കട്ടെ, അനേക ന്യൂംഫകൾ എഴുന്നേൽക്കട്ടെ, അനേക യൂനിയാവുകൾ എഴുന്നേൽക്കട്ടെ, അനേക മറിയകൾ എഴുന്നേൽക്കട്ടെ, ഇനിയും അനേക ജോസികളും ബിന്ദു റാണിയും ഒക്കെ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. കർത്താവ് തുടങ്ങിയത് അത് കർത്താവ് തന്നെ പൂർത്തിയാക്കും. ആരെ കൊണ്ടും നിർത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മനുഷ്യരെ പേടിപ്പിക്കും. ഒരു വാതിൽ തുറന്നിരിക്കുന്നു, നിനക്ക് ശത്രുക്കളുണ്ട്, ഇങ്ങനെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ദൈവജനത്തെ. കാരണം എന്നെ ചുറ്റിപ്പറ്റിയിരുന്നോ, അല്ലെങ്കിൽ നിനക്ക് തകർച്ച വരുമെന്ന്. ഹല്ലേലൂയ. അങ്ങനെയല്ല. നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിനക്കും ദർശനം പ്രാപിക്കാൻ പറ്റും. നീയും ദൈവത്തിന്റെ പ്രിയ പൈതലാണ്. നീയും രാജകീയ പുരോഹിത വർഗമാണ്. ഹല്ലേലൂയ. സോ നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവിന്റെ കരങ്ങളിൽ ബിന്ദു പാസ്റ്ററിനെയും ജോസി പാസ്റ്ററിനെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരാളെങ്കിലും അത് കേട്ട് അവരുടെ ജീവിതത്തിൽ ഒരു റിവൈവൽ ഉണ്ടാകുന്നുവെങ്കിൽ ഞങ്ങൾ ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. എല്ലാവരുടെയും കണ്ണുകൾ തുറക്കുവാൻ ഇടയാകട്ടെ. കസേരയ്ക്ക് വേണ്ടി ഓടുന്നവരായിട്ടല്ല, കർത്താവിനോട് ചേർന്നിരുന്നുകൊണ്ട് അവന്റെ മഹത്വമാകുന്ന ഒരു സാക്ഷിയായി അവന്റെ പ്രത്യക്ഷതയിൽ കാത്തിരിക്കുന്ന ഒരു ജനത്തെ വാർത്തെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഹാലിൽ നിന്നിൽ തന്നെ ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. നിന്റെ ചുവടുകൾ വയ്ക്കുവാൻ ഞങ്ങളെ ഗ്രഹിപ്പിക്കുകയും ഞങ്ങളെ ഉറപ്പിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശത്രു സൈന്യം ഒന്നാകെ വെച്ചെങ്കടിൽ വീണുപോയി. വൈരിയുടെ തീർപ്പുകൾ ഫലിക്കയിൽ ഇനിമേൽ. ഹാ ശബാഖന്തുരമാന സിഖുറിയാന്തരബേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. Thank you, Father. Thank you, Lord. Thank you, Jesus. We praise you, Lord. We thank you, Lord. Hallelujah. Amen. യേശുവിന്റെ നാമത്തിൽ ആമേൻ. താങ്ക് യു പാസ്റ്റർ ബിന്ദു, പാസ്റ്റർ ജോസി. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും നന്ദി. നമ്മുടെ ഫോൺ നമ്പർ 009715570790331. God has a great plan about you. Never give up. Amen. Thank you.